ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സിംഗപ്പൂരിനെ പറ്റി മൂന്നാമത്തെ ഒരു പാർട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. സിംഗപ്പൂരിനെ പറ്റി എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം അത്രയ്ക്ക് പറയാനുണ്ട് സിംഗപ്പൂരിനെ പറ്റി. സിംഗപ്പൂരിൽ ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സ് കളഞ്ഞു പോയാൽ, നമ്മുടെ അറിയാതെ നമ്മുടെ പേഴ്സിൽ റോഡിൽ എവിടെയെങ്കിലും വീണു എന്ന് വിചാരിക്കുക. പക്ഷേ ഒരാൾ പോലും നമ്മുടെ പേഴ്സ് എടുക്കില്ല, ഒരാൾ പോലും തൊടില്ല. കാരണം അവർക്ക് പിക്ക് പോക്കറ്റ് എന്തെന്ന് അറിയില്ല. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പോക്കറ്റ് അടി എന്തെന്ന് സിംഗപ്പൂർ സിറ്റിസൻസിന് അറിയില്ല. അങ്ങനെയാണ് അവർ അവരെ വളർത്തിയത്. അതാണ് സിംഗപ്പൂരിൻ്റെ ഒരു കാര്യം. പിന്നെ സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ തുറന്നു വിട്ട ജയിലെന്ന് പറയും. തുറന്നു വിട്ട ജയിലെന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് വിചാരിക്കും, ദൈവമേ അവിടെ മൊത്തം ജയിലാണോ, പോലീസാണോ? അങ്ങനെയല്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരെ പോലും റോഡിൽ നമ്മൾ കാണില്ല. ഇവിടുത്തെ പോലെ പോലീസ്മെൻ ഇല്ല. പക്ഷേ എന്തെങ്കിലും ഒരു കോൺസിക്വൻസ് ഒരു പ്രശ്നമുണ്ടായാലും, ഒരു ആക്സിഡൻറ്റ് അവിടെ പറ്റിയാൽ വിത്തിൻ 50 സെക്കൻഡ്സ് പല ഭാഗത്തു നിന്നും തലകും വിലകും വണ്ടി വരും, പോലീസ് വണ്ടി വരും. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ അന്വേഷിച്ചപ്പം, അവിടെ ജീവിച്ചപ്പോൾ ഇത് അന്വേഷിച്ചു. അപ്പം എന്തെന്ന് വെച്ചാൽ, ദേ ആർ കീൻ വാച്ചിങ് 24/7 365 ഡേയ്സ് ക്യാമറയിൽ സിറ്റി മൊത്തം അല്ലെങ്കിൽ ആ രാജ്യം മൊത്തം അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് ഇപ്പോൾ ഉള്ളവർ കളിയാക്കുന്നത്. ഇവിടെ ക്യാമറ കൊണ്ടുവന്നപ്പോൾ, തിരുവനന്തപുരത്ത് ക്യാമറ കൊണ്ടുവന്നപ്പം ഭയങ്കര പൈസ ചിലവ്, ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ക്യാമറ മതിയല്ലോ. ക്യാമറയാണ് സെക്യൂരിറ്റി മാനിനെ ഒരു തുല്യമായ ഒരു വേക്കൻ എന്ന് പറയും. അപ്പം അതൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. നമുക്ക് ഈ ദീർഘദൂര ട്രെയിന് അതൊക്കെ ആവശ്യമുണ്ട്. സമയം ഇപ്പോൾ ആർക്കും ഇല്ല. അതൊക്കെ പറയാൻ വേറൊരു വിഷയം ഞാൻ വരാം. ഇപ്പോൾ സിംഗപ്പൂരിനെ പറ്റി ഇതാണ്, തുറന്നു വിട്ട ജയിൽ. അപ്പോൾ ഈ തുറന്നു വിട്ട ജയിലിൽ ആൾക്കാർക്ക് യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാം. ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. നിങ്ങൾ മദ്യപിച്ചോ, നിങ്ങൾ എന്ത് വേണോ ആയിക്കോട്ടെ. പക്ഷെ ആൾക്കാർക്ക് ന്യൂയിസൻസ് ഉണ്ടാക്കാതെ എന്ത് വേണോ ആവാം. അത് അവർ അനുവദിക്കുന്നുണ്ട്. അവരാരും നമ്മളെ ഇൻറ്റർഫിയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പം അറസ്റ്റ് ചെയ്യും. ഭയങ്കര ശിക്ഷയാണ്. സിംഗപ്പൂർ ഫൈൻ സിറ്റിയാണ്. സിംഗപ്പൂർ ഈസ് എ ഫൈൻ സിറ്റി. ഫൈൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയെന്നല്ല, അടിപൊളിയുമാണ്. ഫൈൻ അടിക്കും. തുപ്പിയാൽ നിങ്ങൾക്ക് 5,000 സിംഗപ്പൂർ ഡോളേഴ്സ് കൊടുക്കേണ്ടി വരും റോഡിൽ തുപ്പിയാൽ.